അബുദാബിയിലെ വാടക വർധന താൽക്കാലികമായി നിർത്തിവെക്കാൻ ഫ്രീസ് ചെയ്യാനുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് അബുദാബിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ നടത്തിപ്പ് ചുമതലയുള്ള അതോറിറ്റി അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ. ഇന്ന് 2026 ജൂൺ 2 നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അബുദാബിയിലെ എല്ലാത്തരം കെട്ടിടങ്ങളിലും വാടക വർധനവ് നടത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലും റെസിഡൻഷ്യൽ താമസ കെട്ടിടങ്ങൾക്കും ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഇത് ബാധകമായിരിക്കും. പുതിയതായി കോൺട്രാക്ട് എടുക്കുന്നവർക്കും നിലവിലുള്ള കോൺട്രാക്ട് പുതുക്കുന്നവർക്കും ഒരുപോലെ നിയമം ബാധകമായിരിക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നടന്നു വരുന്ന നിലവിലെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. അബുദാബിയെ സംബന്ധിച്ച് ആനുവലി വാടക തുകയിൽ 5% വർധനവ് വരെ വരുത്താനുള്ള അനുമതി മാനേജ്മെന്റുകൾക്കുണ്ട്. അത് 2 മാസം മുൻപ് ടെനൻസിന് ആ നോട്ടീസ് നൽകണമെന്നുള്ളതായിരുന്നു തീരുമാനം. എന്നാൽ പുതിയതായി നൽകിയിട്ടുള്ള ഈ ഒരു അറിയിപ്പ്, അതായത് താൽക്കാലികമായ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിലവിലെ വാടക തുടരുക, അതിൽ വർധനവ് വരുത്തരുതെന്നുള്ളൊരു തീരുമാനം ഒരുപാട് ആളുകൾക്ക് വളരെ വലിയ ആശ്വാസം തന്നെയാണ് ഉണ്ടാക്കുക. ഇതിനു മുൻപും UAE ഇതുപോലെ സന്നിഗ്ധമായ ഘട്ടങ്ങളൊക്കെ വന്ന സമയത്ത് മഹാമാരിയുടെ കാലത്തൊക്കെ ഓർക്കുന്നുണ്ടാവും, പല കമ്പനികളും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. എന്തായാലും അബുദാബി എമിറേറ്റിൽ താമസിക്കുന്ന ആളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചുമൊക്കെ ഏറെ ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഡിസിഷൻ. ഷാർജയിൽ 2 വയസ്സുള്ള കുഞ്ഞ് സ്റ്റെയർ കേസിന്റെ വിൻഡോയിലൂടെ താഴെ വീണ് മരണപ്പെട്ടൊരു സംഭവവും ഇതിനെ തുടർന്നുള്ള അന്വേഷണം എത്തി നിന്നത് അയൽപക്കത്തുള്ള 10 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളിലാണെന്നുള്ളതുമൊക്കെ കേട്ട നമ്മളിൽ എല്ലാവരിലും ഒരുപോലെ അസ്വസ്ഥതയും വലിയ ആഘാതവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതനുസരിച്ച് UAE പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന 2 കുട്ടികളിൽ ഒരാൾ കണ്ണൂരിൽ നിന്നുള്ള, അതായത് മലയാളി കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയും മറ്റൊരു കുട്ടി തമിഴ്നാട് സ്വദേശിയുമാണെന്നാണ്. സംഭവത്തിൻ്റെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ കുട്ടികളുടെ ഒരു സാന്നിധ്യം അതിൽ ദൃശ്യമാകുന്നതും കുട്ടിയുടെ പിതാവ് പാകിസ്ഥാൻ സ്വദേശിയാണ്, അദ്ദേഹം ഈ വിവരം പുറത്തേക്ക് എത്തിക്കുന്നതുമൊക്കെ. ഇവർ പറയുന്നതനുസരിച്ച് CCTVയിൽ കാണുന്നത് ഇവരൊക്കെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ കോറിഡോറിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മയും ഒപ്പമുണ്ട്. 1 മിനിറ്റ് ഈ കുട്ടിയുടെ അമ്മ അകത്തേക്ക് പോയ സമയത്താണ് 2 കുട്ടികൾ ഈ കുഞ്ഞിനെ സ്റ്റെയർ കേസിനടുത്തുള്ള ജനൽ ഭാഗത്തേക്ക് കൈകാട്ടി വിളിക്കുന്നതും പിന്നീട് ആ ഡോറ് അടയുന്നതുമായ കാര്യങ്ങളൊക്കെ കാണുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ അന്വേഷണങ്ങളും അതിൻ്റെ ചോദ്യം ചെയ്യലിനും കാര്യങ്ങൾ അറിയുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്നാണ് UAE നിയമോപദേശകർ ഇപ്പോൾ പറയുന്നത്. എന്തു തന്നെയായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റുകളോ ഊഹാപോഹങ്ങളോ ഒന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് കുട്ടികളാണ്. അവർക്ക് സംഭവിച്ചതൊരു അബദ്ധമായിരിക്കണേ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിൻ്റെ ജീവൻ, അതുണ്ടാക്കുന്ന ഒരു വിങ്ങൽ വളരെ വലുത് തന്നെയാണ്. കഴിഞ്ഞ 20 വർഷമായി UAE നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശി സജാദ് ഹുസൈൻ്റെ മകനാണ് മരണപ്പെട്ട 2 വയസ്സുള്ള അർഷ്മാൻ. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം കിട്ടിയ തങ്ങളുടെ പൊന്നോമനയുടെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല അവർക്ക്. സംഭവത്തിന് ശേഷം അവർ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോവുകയും 2 മാസത്തിനുള്ളിൽ UAE മടങ്ങി വരുമെന്നൊക്കെയാണ് അവരുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ കേസ് ഇപ്പോൾ UAE ശിശു സംരക്ഷണ സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പിതാവടക്കം ഒരുപാട് ആളുകൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കൂട്ടമായി താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിൽ, ഷാർജ അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ അപ്പാർട്ട്മെൻറ്റുകളിൽ കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നത് സർവ്വസാധാരണമാണ്. നമുക്കത് വിലക്കാനും സാധിക്കില്ല. അവർ കളിച്ച് വളരേണ്ട പ്രായം തന്നെയാണ്. എന്നാൽ പോലും രക്ഷിതാക്കളുടെ ഒരു മോണിറ്ററിങ് സദാസമയവും ഉണ്ടായിരിക്കണം. കുട്ടികളെ അങ്ങനെ ബ്ലൈൻഡായി നമ്മൾ വിശ്വസിച്ച് അവരെ നോക്കിക്കൊള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരു കാരണവശാലും അങ്ങനെ വിടരുതെന്നും, 1 മിനിറ്റ് പോലും വേണ്ട, 1 സെക്കൻഡിൻ്റെ അശ്രദ്ധ കൊണ്ട് പോലും ജീവിതത്തിൽ ഒരിക്കലും ഉണക്കാൻ സാധിക്കാത്ത മുറിവുകൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുമാണ് ഈ സംഭവം.